ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രയാങ്കിൾ ഷോളാണ് കേട്ടോ. എല്ലാവരും ചോദിക്കാറുണ്ട് ഷോളിൻ്റെ മേക്കിംഗ് വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ ഇന്ന് ഒരു ട്രയാങ്കിൾ ഷോളാവാം. പിന്നെ ഞാൻ ജോയിനിങ് സ്റ്റിച്ചസ്, പിന്നെ പൗച്ച്, കുഞ്ഞു ബാഗ് ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് കണ്ട് എല്ലാവരും ചെയ്ത് നോക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് ഇടണം കേട്ടോ. എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ സപ്പോർട്ടിലാണ് ഞാൻ ഇതൊക്കെ പുതിയ വീഡിയോസൊക്കെ വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ ഓരോ ട്യൂട്ടോറിയലും ചെയ്യുന്നതൊക്കെ മാക്സിമം ഞാൻ നന്നായി പറഞ്ഞുതരാൻ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ട്രയാങ്കിൾ ഷോളാണ്. ബ്ലോക്ക് സ്റ്റിച്ച് എന്ന് പറയുക ആ സ്റ്റിച്ചിന്. വീഡിയോയുടെ തുടക്കത്തിൽ കാണുന്ന ഷോളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഷോളാണ്. ട്രിപ്പിൾ ക്രോഷ്യയും സിംഗിൾ ക്രോഷ്യയും മാത്രമേ അതിൽ വരുന്നുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ട്രിപ്പിൾ ക്രോഷ്യ നല്ല പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഷോളാണ് കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. ഈ ട്രയാങ്കിൾ ഷോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് ചെയ്തിട്ടുള്ള സെയിം യാൺ തന്നെയാണ് ഞാൻ വീണ്ടും യൂസ് ചെയ്യുന്നത്. അതേ യാൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ നെക്സ്റ്റ് ഷോളും ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേ സെയിം യാൺ തന്നെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് 150 ഗ്രാം ആണ്. അതിൽ 540 മീറ്റർ അങ്ങനെ ഈ യാൺ വരുന്നത്. അങ്ങനത്തെ 2 കേക്കാണ്, ഇതുപോലത്തെ 2 കേക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു ട്രയാങ്കിൾ ഷോൾ നമ്മളുടെ ബോഡി മൊത്തം കവർ ചെയ്ത് വരുന്ന ഒരു ഷോള് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഉള്ള ഷോൾ ഉണ്ടാക്കി വരണമെങ്കിൽ എന്തായാലും 1000 മീറ്റർ എന്തായാലും വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2 കേക്ക് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഇത് കണ്ടോ, ഇതിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഹുക്കിൻ്റെ എല്ലാം 4mm ഹുക്കാണ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളത് സെയിം തന്നെ എടുക്കാതെ ഒരു പോയിന്റ് ഒന്നും കുറവിലുള്ളത് എടുത്തിട്ട് ചെയ്യായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 3.5 mm ഹുക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ത്രെഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 100% അക്രിലിക് യാണാണ് ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ അധികം എല്ലാ പ്രോഡക്റ്റുകളും എന്ത് ഉണ്ടാക്കുമ്പോഴും കൂടുതലും അക്രിലിക് യാൺ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. കാരണം ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഈ അക്രിലിക് യാണാണ് എന്തൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കാനും ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ഒരു മാജിക് റിങ് ഇടാം. മാജിക് റിങ് ഇടാം, അല്ലെങ്കിൽ 5 ചെയിൻ ചെയ്തിട്ട് നമുക്ക് അതിനെ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ റിങ് ആക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മാജിക് റിങ് ആണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ ഇപ്പം മാജിക് റിങ് ഇട്ടു. ഇനി 7 ചെയിൻ 1 2 3 4 5 6 7 ചെയിൻ ചെയ്തു. ഇനി ഇതിൽ തന്നെ ഈ മാജിക് റിങ്ങിൽ ട്രിപ്പിൾ ക്രോഷയാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതിൽ ഈ ഷോളിന് നമ്മൾ ട്രിപ്പിൾ ക്രോഷയും സിംഗിൾ ക്രോഷയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ട്രിപ്പിൾ ക്രോഷയാണ്. അപ്പോൾ ആദ്യം 7 ചെയിൻ ഇട്ടു. ഇനി 7 ചെയിൻ കഴിഞ്ഞതിന് ശേഷം 4 ട്രിപ്പിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഒന്ന് ചെയ്തു, രണ്ടാമത്തെ ചെയ്തു, ട്രിപ്പിൾ ക്രോഷയ്ക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ട്രിപ്പിൾ ക്രോഷയ്ക്ക് ഈസിയാണ്. നമുക്ക് നല്ല പ്രാക്ടീസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. 3 ചെയ്തു, 4. അപ്പോൾ 4 ട്രിപ്പിൾ ക്രോഷേ ഇതിൽ ചെയ്തു. 1 2 3 4. ഇനി നമ്മൾ 3 ചെയിൻ 1 2 3
3 ചെയിൻ ചെയ്തിട്ട് ഇത് ഈ മാജിക് റിങ്ങിൽ തന്നെ വീണ്ടും 4 ട്രിപ്പിൾ ക്രോഷേ. 1 2 3 4. അപ്പോൾ 4 ട്രിപ്പിൾ ക്രോഷേ ചെയ്തു. ഇനി 3 ചെയിൻ 1 2 3 ചെയിൻ ഇട്ടിട്ട് ഇതിൽ ഒരു ട്രിപ്പിൾ ക്രോഷേ കൊടുക്കണം. അടുത്തത് ട്രിപ്പിൾ ക്രോഷേ. ഇതെന്താ കാര്യം എന്ന് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം ചെയ്യട്ടെ. ട്രിപ്പിൾ ക്രോഷേ ചെയ്തില്ലേ. അപ്പോൾ ഇപ്പോൾ ഈ ഫസ്റ്റ് റോ കഴിഞ്ഞു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം 7 ചെയിൻ ഇട്ടു. 7 ചെയിൻ എന്ന് പറയുമ്പോൾ ഒരു ട്രിപ്പിൾ ക്രോഷേ കഴിഞ്ഞിട്ട് പിന്നെ 3 ചെയിൻ. അതാണ് 4 + 3 ആണ് ഇവിടെ ഈ 7 ചെയിൻ എടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. 3 ചെയിൻ കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പിൾ ക്രോഷേ വന്നത് അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് 7 ചെയിൻ ഇട്ടു. അതായത് 4 ചെയിനെ ഒരു ട്രിപ്പിൾ ക്രോഷേ ആയിട്ട് കണക്കാക്കുന്നു. പിന്നെ 3 ചെയിൻ, അങ്ങനെ 7 ചെയിനാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് 4 ട്രിപ്പിൾ ക്രോഷേ പിന്നെ 3 ചെയിൻ. ഇത് സെൻറ്ററാണ്. ഈ ഷോളിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ സെൻറ്ററാണ് ഈ 3 ചെയിൻ ഇട്ടു. പിന്നെ 4 ട്രിപ്പിൾ ക്രോഷേ. അത് കഴിഞ്ഞിട്ട് 3 ചെയിൻ. എന്നിട്ട് ലാസ്റ്റ് ഒരു ട്രിപ്പിൾ ക്രോഷേ. മനസ്സിലായില്ലേ? ഈ തുടങ്ങിയതും ഇതും രണ്ടും സെയിം ആയിട്ട് വരണം. അതിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫസ്റ്റ് റോ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ മാജിക് റിങ് ഇവിടെ ക്ലോസ് ചെയ്യാം. ഇതവിടെ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത റൗണ്ട്, സെക്കൻഡ് റൗണ്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ 3 ചെയിൻ 1 2 3 ചെയിൻ +2. അതായത് ഇവിടെ ഈ റോയിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഡബിൾ ക്രോഷയാണ് വരേണ്ടത്. അപ്പോൾ ഡബിൾ ക്രോഷയ്ക്ക് അതാണ് 3 ചെയിനും +2 പിന്നെ 5 ചെയിൻ എടുത്തു. ഇനി നമ്മൾ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് മറച്ചു പിടിക്കുകയാണ്. മറച്ചു പിടിച്ചിട്ട് ഇതിൽ നമ്മൾ സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ചെയിൻ സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. അതുകൊണ്ട് പിന്നെ മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. മറച്ചു പിടിച്ചിട്ടാണ് പിന്നെ ചെയ്യുന്നത്. 5 ചെയിൻ ഇടുക. എന്നിട്ട് ഈ ചെയിൻ സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. പിന്നെ 5 ചെയിൻ 1 2 3 4 5 ചെയിൻ ഇട്ടിട്ട് ഈ സെൻറ്ററിൽ വരുന്ന ഈ ചെയിൻ സ്പേസ് ഉണ്ടല്ലോ അതിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇവിടെ വീണ്ടും നമ്മൾ 5 ചെയിൻ ചെയ്യണം. 1 2 3 4 5 ചെയിൻ. ഈ സെൻറ്ററിൽ തന്നെ ഈ ചെയിൻ സ്പേസിൽ തന്നെ വീണ്ടും ഒരു സിംഗിൾ ക്രോഷയും കൂടിയും ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഇതിവിടെ നെക്സ്റ്റ് റോയിൽ ഇവിടെ ഇതുപോലെ 4 ട്രിപ്പിൾ ക്രോഷേ വരാനുള്ള സ്പേസ് ആണ്. അതാണ് 5 ചെയിൻ ഇട്ടു. വീണ്ടും സിംഗിൾ ക്രോഷേ ചെയ്തല്ലോ. ഈ സിംഗിൾ ക്രോഷേ കഴിഞ്ഞിട്ട് വീണ്ടും ചെയിൻ 1 2 3 4 5 ചെയിൻ. ഈ ചെയിൻ സ്പേസിൽ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്തു. ഇപ്പോൾ ഇത് ലാസ്റ്റായി. ഇനി ഇതിൽ നമ്മൾ ഇനി ഇവിടെ 5 അല്ല, ഇവിടെ 2 ചെയിൻ 1 2 ചെയിൻ ഇടുന്നു. എന്നിട്ട് നമ്മളിതിൽ ഇവിടെ ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ സിംഗിൾ ക്രോഷേ കഴിഞ്ഞ് ചെയിൻ 2, ലാസ്റ്റ് വരുമ്പോൾ ചെയിൻ 2, പിന്നെ ഇതിൽ ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് 1 2 3 നാലാമത്തേൽ നമ്മൾ ഡബിൾ ക്രോഷേ കൊടുക്കുകയാണ്. നാലാമത്തേൽ ഡബിൾ ക്രോഷേ ചെയ്തു. ഇപ്പോൾ ഇത് കണ്ടു. ഇപ്പോൾ സെക്കൻഡ് റോ കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് റോയിൽ വരുന്നത് 5 ചെയിനാണ് നമ്മൾ എല്ലാം എടുത്തിട്ട് പോകുന്നത്. സ്റ്റാർട്ടിങ്ങിൽ മാത്രം 2 ചെയിൻ. ഇവിടെ ആദ്യം 5 ചെയിൻ ഇട്ടു, അതായത് ഡബിൾ ക്രോഷയും പിന്നെ 2 ചെയിനും. അതുപോലെ ഇവിടെ എല്ലാം നമ്മൾ വരുന്നത് 5 ചെയിനാണ്. 5 ചെയിനും സിംഗിൾ ക്രോഷയും കഴിഞ്ഞ് ലാസ്റ്റ് എത്തുമ്പോൾ 2 ചെയിൻ ഡബിൾ ക്രോഷയും വന്നു. ഇനി നമ്മൾ 7 ചെയിൻ
അടുത്ത തേർഡ് റോ തുടങ്ങുകയാണ്. അപ്പോൾ 7 1 2 3 4 5 6 7 ചെയിൻ ഇട്ടു. ഇതിനെ അങ്ങോട്ട് മറിച്ച് പിടിച്ചു. ഇത് തിരിച്ചതിന് ശേഷം നമ്മൾ ഈ ചെയിൻ സ്പേസിൽ 4 ട്രിപ്പിൾ ക്രോഷയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ചെയിൻ സ്പേസിൽ 4 ട്രിപ്പിൾ ക്രോഷേ, 4 ട്രിപ്പിൾ ക്രോഷയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് കണ്ടോ. ഈ ചെയിൻ 1, പിന്നെ 4 ട്രിപ്പിൾ ക്രോഷേ. ഈ 5 ചെയിൻസ് ആദ്യം സെക്കൻഡ് റോയിൽ ഈ 5 ചെയിൻ സ്പേസ് ഉണ്ടല്ലോ, ഇതിൽ നമ്മൾ 4 ട്രിപ്പിൾ ക്രോഷയാണ് ചെയ്യണം. കണ്ടോ 4 ട്രിപ്പിൾ ക്രോഷേ. ഇനി വീണ്ടും ചെയിൻ 1. ഇനി ഈ സെൻട്രലിലെ ഈ ചെയിൻ സ്പേസ് ഉണ്ടല്ലോ 5 ചെയിൻ സ്പേസിൽ വീണ്ടും നമ്മൾ ചെയ്യണം 4 ട്രിപ്പിൾ ക്രോഷേ. 1 2 3 4. എല്ലാവർക്കും മനസ്സിലാവണില്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ഉണ്ടോ? അപ്പോൾ ഈ സെൻറ്ററിൽ നമ്മൾ 4 ട്രിപ്പിൾ ക്രോഷേ ചെയ്തില്ലേ. ഇനി നമ്മളിതിൽ ഇവിടെയൊക്കെ നമ്മൾ ചെയിൻ 1 ആണ് ഇട്ടത്, പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുക ചെയിൻ 3 ആണ്. 3 ചെയിനാണ് ഇടുന്നത്. ഉണ്ടോ? ഇനി കാരണം ഇനി നെക്സ്റ്റ് റോയിൽ ഇവിടെ 2 സിംഗിൾ ക്രോഷേ വരാനുള്ളതാണ്. വീണ്ടും നമ്മൾ ഈ ചെയിൻ സ്പേസിൽ തന്നെ ഇവിടെ 3 ചെയിൻ ഇട്ടിട്ട് ഈ ചെയിൻ സ്പേസിൽ വീണ്ടും 4 ട്രിപ്പിൾ ക്രോഷേ ചെയ്യുന്നു. ഇതിൽ 4 ട്രിപ്പിൾ ക്രോഷേ ചെയ്യാണ് കേട്ടോ. 1 2 3 4 ട്രിപ്പിൾ ക്രോഷേ ചെയ്തു. ഇനി ചെയിൻ 1, വീണ്ടും അടുത്ത ചെയിൻ സ്പേസിൽ 4 ട്രിപ്പിൾ ക്രോഷേ. പിന്നെ ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും എനിക്ക് കുറച്ചുകൂടി ഈ വലിയ കേക്കൊക്കെ ആകുമ്പോൾ അങ്ങനെ സെൻറ്ററിൽ നിന്ന് എടുത്ത് ചെയ്യുന്നതാണ് കുറച്ചുകൂടി കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിയുന്നത് വരയ്ക്കും ഈ ഒരു കേടും പറ്റാതിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡിൽ എന്തെങ്കിലും ഇട്ടാൽ കുഴപ്പമില്ല, എന്നാലും ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ വെച്ചാൽ നമ്മൾ ഏത് കളറാണ് നമ്മൾ ആ ഫസ്റ്റ് പ്ലെയിൻ കേക്ക് ആകുമ്പോൾ കുഴപ്പമില്ല, പ്ലെയിൻ ആണെങ്കിൽ പ്രശ്നമില്ല, ഒറ്റ സിംഗിൾ കളർ ആണെങ്കിൽ പ്രശ്നമില്ല. അതിപ്പോ മൾട്ടി കളറല്ലേ, അപ്പൊ നമ്മൾക്ക് ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ നമ്മളുടെ ഷോള് ഇങ്ങനെ ഡിസൈൻ ചെയ്യണം, എങ്ങനെ ഏത് കളർ വരണം എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആവാം. ഇവിടെ ഇപ്പൊ ഇത് രണ്ടും സെയിം കേക്ക് ആണെങ്കിലും കണ്ടില്ലേ ഇതിന്റെ ഡിഫറൻസ് ഉണ്ടോ? സെയിം ആണ്, പക്ഷെ ഇതിന് റോ വന്നിരിക്കണം, ഇത് ഇങ്ങനെ ഞാൻ ചുറ്റി വന്നിരിക്കണുണ്ടോ? ഇതിന് സെന്ററില് ബ്ലൂ ആണ് വന്നിരിക്കുന്നത്, ഇതിന് സെന്ററിൽ ഒരു ബ്രൗൺ ആയിട്ടും വന്നു. ഇതിനനുസരിച്ച് എവിടെയെങ്കിലും വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഐഡിയ, എങ്ങനെ നമ്മൾ ഇതിനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ ഐഡിയക്ക് അനുസരിച്ച് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇതിലും കൂടി 4 ട്രിപ്പിൾ ക്രോഷേ ചെയ്തെടുത്തു. ഇനി ലാസ്റ്റ് ആകുമ്പോൾ 3 ചെയിൻ 1 2 3 ചെയിൻ. ഇനി ലാസ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് നാലാമത്തെ ചെയിനിൽ നമ്മൾ ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യണം. ട്രിപ്പിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്ത റോ 5 ചെയിൻ 1 2 3 4 5 ചെയിൻ. ഇനി ടേൺ ചെയ്തു. ഇതിൽ ഈ ചെയിൻ സ്പേസിൽ സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷേ ചെയ്തു. 1 2 3 4 5 ചെയ്ത് അടുത്ത ചെയിൻ സ്പേസിൽ സിംഗിൾ ക്രോഷേ. അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ സെൻറ്ററിൽ വരുമ്പോൾ ഈ സെൻറ്ററിൽ 2 ചെയിൻ കൊടുക്കണം കേട്ടോ. സെൻറ്ററിൽ എത്തുമ്പോൾ നമ്മൾ സെൻറ്ററിൽ ഇതിൽ 5 ചെയിൻ ചെയ്തു, ഒരു സിംഗിൾ ക്രോഷേ. വീണ്ടും 1 2 3 4 5 ചെയിൻ. ഈ സെയിം ചെയിൻ സ്പേസിൽ തന്നെ സെൻറ്ററിൽ
ഒരു സിംഗിൾ ക്രോഷ്യം കൂടി കൊടുത്തു. ഇനി ഇവിടെ വീണ്ടും ചെയ്ത് റോ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഇത്രയും ചെയ്തു. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അവിടെ 5 ചെയിൻ ചെയ്തിട്ട് 5 ചെയിൻ ഇട്ടു, എന്നിട്ട് ഇതിൽ സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇവിടെ ഇത് അവസാനിക്കുന്നില്ല, ഉണ്ടോ? വീണ്ടും ചെയിൻ 1 2 ചെയ്തിട്ട് ഇവിടെ ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോഴാണ് ഈ റോ അവസാനിക്കുന്നുള്ളൂ കേട്ടോ. 1 2 3 4 നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. അങ്ങനെ ചെയ്യണം. അല്ലാതെ ഇവിടെ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് അയ്യോ ഇതിവിടെ അവസാനിച്ചു ഇനി എന്താ ചെയ്യുക, അങ്ങനെയല്ല. ഇത് ഇത്രയും കൂടി ചെയ്താലാണ് ഈ റോയുടെ കംപ്ലീറ്റ് ആവുന്നുള്ളൂ, ഉണ്ടല്ലേ? അപ്പോൾ ഇനി നമ്മൾ വീണ്ടും 7 ചെയിൻ ഇടണം. 1 2 3 4 5 6 7 ചെയിൻ ഇട്ടു. ഇങ്ങോട്ട് ടേൺ ചെയ്തു. ഈ ചെയിൻ സ്പേസിൽ നമ്മൾ 4 ട്രിപ്പിൾ ക്രോഷ്യ. 1 2 3 4 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ചെയിൻ 1. അടുത്തതിലും കണ്ടോ, ഇതിങ്ങനെ വലിക്കുമ്പോൾ ഇതിങ്ങനെ ഓർന്ന് പോരും, കണ്ടോ? ഈസി ആയിട്ട് പോന്നോളും. എല്ലാവർക്കും ട്രിപ്പിൾ ക്രോഷ്യ ഒക്കെ പഠിച്ചതിന് ശേഷം ഇത് ചെയ്യാവുള്ളൂ. അതാണ് ഞാൻ സ്പീഡിൽ ചെയ്യുന്നതും. വീണ്ടും അത് എന്താണെന്ന് കാണിക്കണ്ടല്ലോ. ഞാൻ ബേസിക് സ്റ്റിച്ച് പഠിപ്പിച്ചതിൽ എല്ലാം സിംഗിൾ, ഡബിൾ, ഹാഫ് ഡബിൾ, ഡബിൾ ക്രോഷ്യ, ട്രിപ്പിൾ ക്രോഷ്യ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിന് തന്നെ ഡബിൾ ട്രബിൾ എന്നും പറയും കേട്ടോ. ഈ ട്രിപ്പിൾ ക്രോഷ്യക്ക് ഡബിൾ ട്രബിൾ എന്നും പറയും. അങ്ങനെ ഒരു പേരുണ്ട്. അത് ഓരോ സ്ഥലത്തിനനുസരിച്ചാണ് അങ്ങനെ പറയുന്നത്. അമേരിക്കക്കാർ ഡബിൾ ട്രബിൾ എന്ന് പറയും. മറ്റുള്ളവരെ ഓരോ സ്ഥലത്തുള്ളവരും ആ ഒരു ഡിഫറൻസ് ആണത്. നമുക്ക് ട്രബിൾ എന്ന് പറയാം, അല്ല നമുക്ക് ട്രിപ്പിൾ എന്ന് പറയാം. അതാണ് നമുക്ക് എളുപ്പം. അപ്പോൾ 1 2 3 4 കഴിഞ്ഞ് ഒരു ചെയിൻ. അങ്ങനെ വീണ്ടും ഇതിൽ ചെയ്യുക. അപ്പോൾ ഈ 2 റോ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഇനി വീണ്ടും അടുത്തതിൽ ചെയ്യുക. അങ്ങനെ ഈ റോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പം അത് മനസ്സിലായില്ലേ എങ്ങനെ ചെയ്യേണ്ടതെന്ന്? അപ്പോൾ ഇതോടെ ഈ റോയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഷോൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആകെ യൂസ് ചെയ്യുന്ന 2 റോ മാത്രം സെയിം റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൽ എല്ലാം വരുന്നത് ട്രിപ്പിൾ ക്രോഷ്യാണ്. ഇതുവരെയ്ക്കും വരുന്നത് ട്രിപ്പിൾ ക്രോഷ്യാണ്. പിന്നെ വരുന്നത് സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യയിലാണ് ആദ്യം വരുമ്പോൾ ഇവിടെ 5 ചെയിൻ ഇടുന്നത് ഡബിൾ ക്രോഷ്യ കണക്കാക്കാൻ. അപ്പോൾ ഇവിടെ മാത്രമാണ് ഫസ്റ്റും ലാസ്റ്റും ഈ ഡബിൾ ക്രോഷ്യ വരുന്നത്. ട്രിപ്പിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് വരുന്ന സിംഗിൾ ക്രോഷ്യ ഇട്ട് പോകുന്ന ഈ ഇതില് ആദ്യത്തെ അവസാനത്തെ മാത്രം നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ 5 ചെയിൻ ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു, 5 ചെയിൻ സിംഗിൾ ക്രോഷ്യ, 5 ചെയിൻ സിംഗിൾ ക്രോഷ്യ, അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. ലാസ്റ്റ് എത്തുമ്പോൾ മാത്രം ഇവിടെ മാത്രമാണ് നമ്മളൊരു ഡബിൾ ക്രോഷ്യ കൊടുക്കുന്നത്. അപ്പൊ അത് ഓർത്താൽ മതി. ബാക്കി ഈ ട്രിപ്പിൾ ക്രോഷ്യയുടെ റോയില് എല്ലാം സ്റ്റാർട്ടിങ് തൊട്ട് ഇതുവരെയ്ക്കും നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യക്ക് പകരമാണ് നമ്മളിവിടെ 7 ചെയിൻ ഇടുന്നത്. അതായത് 4 ചെയിൻ ട്രിപ്പിൾ ക്രോഷ്യയുടെ ഒരു ട്രിപ്പിൾ ക്രോഷ്യയുടെ സ്പേസും 3 ചെയിൻ ഇവിടെ വരുന്നുണ്ടല്ലോ. ഫസ്റ്റും ലാസ്റ്റും നമുക്ക് 3 ചെയിൻ ഇടുന്നുണ്ട്. അതാണ്. അപ്പൊ അത് ഓർത്താൽ മതി. അങ്ങനെ ആകെ ഈ 2 റോ മാത്രമേ നമുക്ക് ഇവിടെ ഈ ഷോളിന് റിപ്പീറ്റ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ വേറെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സെയിം ഇതുപോലെ ചെയ്തു പോയാൽ മതി. അപ്പോൾ ഞാൻ ഈ ഷോള് ഫുള്ള് അങ്ങനെ ചെയ്ത് കാണിക്കുന്നില്ല. ഇനി ഇതിന്റെ ലാസ്റ്റ് റോയില് നമ്മളൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. കണ്ടോ? ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഷോള് ഫുള്ള് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ചെയ്താൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ 2 റോയാണ് ഇതിൽ ഫുള്ള് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. കണ്ടു നോക്കൂ. ഈ ഷോളിൽ കണ്ടില്ലേ, ഇത് എൻ്റെ മറ്റേ സൈഡ് 2 സൈഡും കാണിച്ചു തരാം. 2 റോ മാത്രമേ ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുള്ളൂ. കണ്ടോ? അതായത് ട്രിപ്പിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ, ട്രിപ്പിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ. ഇത് ആണ് ഇത് ഈ സ്റ്റാർട്ടിങ് തൊട്ട്
ഇവിടെയാണല്ലോ സ്റ്റാർട്ടിങ് തൊട്ട് എല്ലാം ഇതിൻ്റെ എൻഡ് വരയ്ക്കും ഇതേ സെയിം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഈ 2 റോ റിപ്പീറ്റ് ചെയ്ത് വരുന്നുള്ളൂ. പിന്നെ ലാസ്റ്റ് ഇവിടെ വരുന്ന ഒരു ബോർഡർ നമുക്ക് എന്താ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഇത് കാണിച്ചു തരാം കേട്ടോ. പീക്ക് സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ പീക്കോക്ക് സ്റ്റിച്ച് എന്ന് പറയും, പീക്ക് സ്റ്റിച്ച് എന്ന് പറയും. നമ്മൾ ഇവിടെ സ്റ്റാർട്ടിങ് ഞാനിപ്പോൾ ഇത് വേറെ ത്രെഡ് ആഡ് ചെയ്ത കാരണമാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ റോ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ ഇതിവിടെ കട്ട് ചെയ്യേണ്ട, വേറെ കളർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ ഇത് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഫസ്റ്റ് ഒരു ചെയിൻ ഇടുകയാണ്. എന്നിട്ട് അതിലൊരു സിംഗിൾ ക്രോഷേ ചെയ്ത് ഇനി നമ്മൾ 3 ചെയിൻ 1 2 3 ചെയിൻ ചെയ്തിട്ട് ഇത് പീക്ക് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഒരു അതിന് ഫസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. വീണ്ടും 1 2 3 ചെയിൻ ഇട്ടിട്ട് ഈ ചെയിൻ സ്പേസിൽ നമ്മൾ ഇതിവിടെ ഇതിനോട് കണ്ടിന്യൂഷൻ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇവിടെ ത്രെഡ് ഉണ്ടായിരിക്കും, അതിലാണ് നമ്മൾ ചെയ്യുന്നത്. വീണ്ടും 3 ചെയിൻ ഇട്ട് ഈ ചെയിൻ സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ കൊടുക്കുന്നു. സിംഗിൾ ക്രോഷേ ഇട്ട് വീണ്ടും 3 ചെയിൻ 1 2 3 അതിൻ്റെ മുകളിൽ, അതായത് ഈ സിംഗിൾ ക്രോഷയുടെ ഈ 2 ചെയിൻ വരുന്നുണ്ടല്ലോ, കാണുന്നില്ലേ? ഈ 2 ചെയിൻ വരുന്നതിലാണ് നമ്മൾ കൊടുക്കുന്നത്. ആണ് ഈ ഒരു ലൂപ്പ് കണ്ടോ, മനസ്സിലായില്ലേ? ഇതിൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇത് സ്ലിപ്പ് സ്റ്റിച്ച് ആക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും ചെയിൻ 3 1 2 3 എടുത്തിട്ട് ഇനി ഇതിൻ്റെ ഈ 4 ട്രിപ്പിൾ ക്രോഷേ വന്നിട്ടുണ്ടല്ലോ, ഇതിൻ്റെ നടുവിൽ ഈ 2 എണ്ണത്തിൻ്റെ നടുവിലായിട്ട് സിംഗിൾ ക്രോഷേ ചെയ്യണം. ഇനി നമ്മൾ ഈ സിംഗിൾ ക്രോഷയുടെ മുകളിലാണ് നമ്മൾ ഈ പീക്ക് ചെയ്യുന്നത്. അപ്പോൾ സിംഗിൾ ക്രോഷേ കഴിഞ്ഞാൽ 1 2 3 ചെയ്തിട്ട് ഇത് കണ്ടോ, ഈ 3 ചെയിൻ ഇട്ടു. എന്നിട്ട് സിംഗിൾ ക്രോഷയുടെ മുകളിലുള്ള ഇതിൽ അങ്ങനെ ഇത്തിരി ശ്രദ്ധിച്ചെടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. ഈ പീക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്ക് വേറെ ഏതെങ്കിലും സ്റ്റിച്ച് ഇതിൽ ട്രൈ ചെയ്യാവുന്നതാണ്. 1 2 3 ഉണ്ടോ, ഈ 2 എണ്ണം കണ്ടില്ലേ? ഇതിൽ കൂടി വലിച്ച് പീക്ക്ഡായി 1 2 3 ഈ ചെയിൻ സ്പേസിൽ വീണ്ടും ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ ആയിരിക്കും ചെയ്തു വരുമ്പോൾ, അങ്ങനെ ആയിരിക്കും. ഭംഗിയായില്ലേ? ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഈ ഷോള് ഫുള്ള് ഞാൻ ചെയ്തിരിക്കുന്നത്. ഉണ്ടോ, എല്ലാ ഭാഗത്തും ഇങ്ങനെ തന്നെ ചെയ്തിരിക്കണം. ഇത് സെൻറ്ററിൽ വരുമ്പോൾ ഇതിങ്ങനെ തെറ്റിപ്പോയി അതിൻ്റെ ഷേപ്പൊക്കെ മാറും കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക എല്ലാവരും ഒരുപോലെ ഇല്ലേന്ന്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓരോ റോയും അഴിച്ചു വരേണ്ടി വരും. ഇപ്പോൾ ഷോളൊക്കെ ചെയ്യുമ്പോൾ ഓരോ റോയും നമ്മൾ നന്നായി ശ്രദ്ധിച്ച് പോകണം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ എണ്ണം കൂടി 4 എണ്ണത്തിന് പകരം 5 എണ്ണമായ ഷോളിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരും. അപ്പോൾ അതൊക്കെ എപ്പോഴും ഓരോ റോ കഴിയുമ്പോഴും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു റോ 2 റോ ഒക്കെ കഴിഞ്ഞിട്ടാവും നമുക്കത് മനസ്സിലാവുക. അപ്പോൾ അത്രയും ഈ ചെയ്ത വർക്ക് മുഴുവൻ നമ്മൾ അഴിച്ചിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ തന്നെ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പം അങ്ങനെ ഇത് കംപ്ലീറ്റ് നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ. ഫുള്ള് ഷോളിൻ്റെ ഈ അറ്റം തൊട്ട് മാറ്റേറ്റം വരെ ഫുള്ള് ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഷോളിൻ്റെ പണി അവിടെ കഴിയും. കണ്ടോ, അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഷോളാണിത്. കണ്ടില്ലേ? നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ വരുന്ന ഷോളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ആഗ്രഹമുള്ളവർ. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതാണ് ഇതിൻ്റെ റൈറ്റ് സൈഡ്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന റൈറ്റ് സൈഡ് ഇതാണ്. ഇങ്ങോട്ട് മറിച്ചാൽ ഈ സൈഡ് കാണുമ്പോഴും നല്ല ഭംഗിയാണ്. അപ്പോൾ എനിക്ക് പൊതുവെ താല്പര്യം ഈ ട്രിപ്പിൾ ക്രോഷേ ചെയ്യുന്ന വർക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. കാരണം ഡബിൾ ക്രോഷയുടെ ഒരു ഡബിൾ സൈസാണല്ലോ ഇത് ട്രിപ്പിൾ ക്രോഷേ ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ചെയ്ത് കഴിയും. പിന്നെ രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിച്ചാണ് വരിക, കണ്ട. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ സ്റ്റിച്ചസിലും കൂടുതൽ ഇഷ്ടം ഈ ട്രിപ്പിൾ ക്രോഷയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെയാണ് ഈ ഷോള് ചെയ്തെടുത്തതെന്ന്? നല്ല ഭംഗിയില്ലേ കാണാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഇഷ്ടമുള്ള ഷോളാണിത്. ഇതൊന്ന് സോൾഡ് ഔട്ട് ആയതാണ്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി വീണ്ടും ഒന്ന് ചെയ്തെടുത്തതാണിത്. അപ്പോൾ ഇതിൻ്റെ ഈ സെയിം ത്രെഡ് വേണ്ടവർ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. കുറച്ച് പ്രൈസ് കൂടുതലാണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് ഞാൻ എത്തിച്ചു തരാം. ഈ ഷോള് നല്ല വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ഉണ്ട്. ഇട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഏകദേശം കവർ ചെയ്തൊക്കെ നിൽക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇത് വീണ്ടും വെയർ ചെയ്ത് കാണിക്കാത്ത വീഡിയോ അത്രയും ലെങ്തി ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ ചാനലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ രണ്ടാമത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ക്രോഷേ വർക്കുകളും അതിൽ ഈ ഷോള് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വെയർ ചെയ്ത് കാണിക്കുന്നുണ്ട്. എല്ലാ സ്റ്റൈലിലും ഇട്ടിട്ട് ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഇതിൻ്റെ വിഡ്ത്ത് ലെങ്ത്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവട്ടെ. ഞാൻ വീണ്ടും ഇത് ഇട്ടിട്ട് ഓരോ പോസ്റ്റിൽ കാണിക്കണ്ടേ, അപ്പോൾ അത്രയും ലെങ്ത്ത് കൂടി പോകും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കുക. താല്പര്യമുള്ളവർ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസ് ഇട്ട് തരണം കേട്ടോ. നോക്കട്ടെ നിങ്ങളൊക്കെ പഠിച്ച് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. പഠിച്ച ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. വളരെ സിമ്പിളല്ലേ, 2 റോ റിപ്പീറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് കുറേ പേരെ മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നു ഏതൊക്കെ യാൺസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന്. എൻ്റെ നെക്സ്റ്റ് വീഡിയോ ഞാൻ അത് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഏതൊക്കെ യാൺസ് ആണ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് നല്ലതെന്ന് വീണ്ടും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷേ എങ്കിലും ആൾക്കാർക്ക് ആ ഡൗട്ടും ക്ലിയർ ആവുന്നില്ല എന്ന് തോന്നുന്നു. അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഏതൊക്കെ യാൺസ് ആണ് എങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.